എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ പുതിയൊരു വർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ പലപ്പോഴും പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. ആ ഒരു തീരുമാനങ്ങൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നന്മയെ കരുതിയാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ ഒരു തീരുമാനങ്ങളൊക്കെ മറ്റുള്ളവരുടെ നന്മയും കൂടി കരുതിയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഭംഗിയൊക്കെ ഇരട്ടിയായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലതരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണം, അതുപോലെ തന്നെ അയൽ നാടുകൾ തമ്മിലുള്ള ആക്രമണം, അതുപോലെ മിസൈൽ ആക്രമണം, ഇങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും എപ്പോൾ വേണമെങ്കിലും ബാധിക്കാവുന്ന ഒരു ആക്രമണമാണ് സൈബർ ആക്രമണം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കിയാൽ എപ്പോഴും കാണുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സംരംഭവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഒരു കാൽവെയ്പ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം വിമർശിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ അവതാളത്തിലാവുന്ന രീതിയിൽ ഈ സൈബർ ആക്രമണങ്ങളെ തൊടുത്തു വിട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മളും ഇതിനൊക്കെ കാരണമായിട്ടുണ്ടാവുമോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ചില കമൻസുകൾ നമുക്കൊരു നേരം പോക്കായിരിക്കാം, പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഗതിയെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഇരുണ്ട അറകളിലേക്ക് അവരകപ്പെട്ടു പോകുന്ന വിധത്തിലായിരിക്കും പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള കമൻറ്റുകളും നമ്മുടെ ട്രോളുകളൊക്കെ അവരെ ബാധിക്കുക. അതുകൊണ്ട് ഈ ഒരു പുതിയ വർഷത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ, ഞാനായിട്ടൊരു വ്യക്തിയെപ്പോലും ഇത്തരത്തിൽ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവരുടെ എല്ലാ കഴിവുകളെയും വിമർശിച്ചുകൊണ്ട്, അവരുടെ ആ ഒരു സാഹചര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരിക്കലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു സൈബർ ആക്രമണവും നടത്തുകയില്ല, കമൻസ് എഴുതുകയില്ല എന്നൊക്കെയുള്ളൊരു ചെറിയൊരു കാര്യം നമ്മൾ ചെയ്താൽ തന്നെ എത്രയോ പേർക്ക് അത് വലിയൊരു ആശ്വാസമായി തീരും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഭർത്താവിൻ്റെ മരണം മൂലം ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിലെ ഏതെങ്കിലും കഷ്ടപ്പാടുകൾ മൂലം അതിനൊന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് പുതിയ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ കടുത്ത വെല്ലുവിളികൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ നേരിടുന്ന പലരെയും, അതിലേറ്റവും എനിക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ നോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്ന പെൺകുട്ടി. അവളുടെ ഹസ്ബൻഡ് മരിച്ച സമയത്താണ് അവൾ പുതിയൊരു ജീവിതമാർഗം എന്ന രീതിയിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ചെറുതായിട്ട് ചുവട് വെച്ച് വന്നത്. അപ്പോൾ എത്രയോ പേരുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള വീഡിയോസൊക്കെ ചിത്രീകരിച്ച് ജീവിക്കാനായിട്ട് പലതരത്തിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പെൺകുട്ടിയെ മാത്രം ഇത്രമാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു സൈബർ ആക്രമണത്തിലൂടെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ധാരാളം പേര് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത്, വളരെ മോശമായ രീതിയിലല്ല, മാന്യതയ്ക്ക് വലിയ കുറവൊന്നും വരുത്താത്ത രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ പോലും അവർ വിമർശനങ്ങൾക്ക് വിധേയരായിട്ട് പുറകോട്ട് പോകേണ്ടി വരുമോ എന്ന് നമ്മൾ ശങ്കിക്കുന്ന രീതിയിൽ പോലും അവർ ആക്രമിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥയാണ്, പണ്ട് ഞാൻ കേട്ട ഒരു കഥയാണ്. ഒരു കാട്ടിലൊരു ദിവസം അതിഭയങ്കരമായൊരു ഓട്ട മത്സരം നടക്കുകയാണ്. ഒരു കഴുകൻ ഇങ്ങനെ ആകാശത്തിലൂടെ പോകുമ്പോഴാണ് ആ കഴുകൻ്റെ ദൃഷ്ടിയിൽ ഈ ഒരു ഓട്ട മത്സരം കാണുന്നത്. വേറെ ആരും അത് കണ്ടിട്ടില്ല. കാരണം ഒരു കുറുക്കനും ഒരു മുയലും തമ്മിലുള്ള അതിവാശിയേറിയ ഓട്ട മത്സരമാണ് ആ കാട്ടിൽ നടന്നത്. കഴുകൻ ഇങ്ങനെ പാറി മുകളിൽ കൂടെ നടക്കുമ്പോൾ വളരെ മുൻപിലായിട്ട് മുയലും അതിന് തൊട്ടേ പുറകിലായിട്ട് ഒരു കുറുക്കനും കൂടി അതികഠിനമായിട്ടുള്ള കടുത്ത ഒരു ഓട്ട മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ കൗതുകം തോന്നിയ ഈ കഴുകൻ ഈ ഒരു ഓട്ട മത്സരം പോകുന്നതിനനുസരിച്ച് ആകാശത്തിലൂടെ അവരെ ഫോളോ ചെയ്ത് പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ വളരെ ശക്തി കുറഞ്ഞ മുയൽ കുറുക്കനേക്കാളും മുന്നിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടി ഓടി കുറേ ദൂരം പോയി. അപ്പോഴും കുറുക്കന് മുന്നിലോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. കുറുക്കനേക്കാളും 10 മടങ്ങ് ശക്തി കുറവുള്ള മുയലാണ് മുമ്പിൽ നിൽക്കുന്നത്. ഈ മുയലിന് തൊട്ടു പിന്നാലെ വരുമെങ്കിൽ പോലും ഒരിക്കലും അതിനെ ഓവർകം ചെയ്യാനോ അതിൻ്റെ ഒപ്പം എത്താനോ ഈ കുറുക്കന് സാധിക്കുന്നില്ല. അങ്ങനെ മുയൽ ഓടി ഓടി കുറുക്കനേക്കാളും വളരെ മുൻപിലായി. അങ്ങനെ മുയൽ തിരിഞ്ഞു നോക്കുമ്പോൾ കുറുക്കനെ ഒന്നും കാണുന്നില്ല. ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ മുയൽ പയ്യെ ഒരു പാറപ്പുറത്തിരുന്ന് വിശ്രമിക്കുകയാണ്. അപ്പോൾ ചുറ്റുവട്ടത്ത് നോക്കി കുറുക്കൻ്റെ ഒരു നിഴൽ പോലും അവിടെ കാണാനില്ല.
അങ്ങനെ മുയൽ വളരെ റിലാക്സ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് ഇവരെ ഫോളോ ചെയ്ത ആ ഒരു കഴുകന് ഭയങ്കര അതിശയമായി. കഴുകൻ താന്നു പറന്ന് മുയലിൻ്റെ അടുത്തെത്തിയിട്ട് മുയലിനോട് ചോദിച്ചു, അല്ലേ മുയലെ, നീ ഇത്രയും ശക്തി കുറഞ്ഞ ഒരുവനായിട്ട് പോലും എങ്ങനെയാണ് ഇത്ര ശക്തിയേറി ഈ കുറുക്കനെ അതിജീവിക്കാനായിട്ട് നിനക്ക് സാധിച്ചത്? എനിക്ക് വളരെയേറെ അതിശയം തോന്നുന്നു. കാരണം ഞാൻ ആദ്യം മുതലേ നിങ്ങളുടെ ഓട്ട മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും നീ ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അപ്പോൾ ആ മുയൽ വളരെ ശാന്തനായിട്ട് കഴുകനോടൊരു കാര്യം പറഞ്ഞു. അല്ലയോ കഴുക, ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്. എന്നാൽ കുറുക്കൻ എൻ്റെ പിന്നാലെ ഓടിയത് അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. ഇതാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. നമ്മൾക്ക് ഒരു നേരത്തെ ഒരു കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ വ്യക്തികൾ മുയലുകളെ പോലെ നമ്മളെക്കാളും ചിലപ്പോൾ ബലഹീനരായോ അല്ലെങ്കിൽ വളരെ സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോകുന്നവരായിട്ടുള്ള വ്യക്തികൾ ഓടുന്നത് അവരുടെ ജീവിതം ഒന്ന് തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ വാശിയോടുകൂടി തന്നെ മുന്നേറും. കാരണം നമ്മുടെ കമൻസുകൾക്കോ നമ്മുടെ ട്രോളുകൾക്കോ ഒന്നും വീഴ്ത്താൻ പറ്റിയതല്ല അവരുടെ ആ ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അവർക്ക് ജീവിതം വെട്ടിപ്പിടിക്കേണ്ടത്, അവരുടെ ജീവിതം നിലനിർത്തേണ്ടത് അവരുടെ വലിയ ആവശ്യമാണ്. ഈ ഒരു മുയലിന് അവൻ്റെ ജീവിതം എത്രമാത്രം വിലപ്പെട്ടതായിരുന്നോ, ഒരു നേരത്തെ ഒരു ഭക്ഷണം മിസ്സാവുന്നതുകൊണ്ട് കുറുക്കനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ആ മുയലിനെ സംബന്ധിച്ച് അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ മുയലിൻ്റെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലെന്നായി പോവും, കുറുക്കൻ്റെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് താൻ മാറുന്നതോടുകൂടി. അതുകൊണ്ട് അതിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞ് പരിശ്രമിച്ചത് കൊണ്ടാണ്, ജീവൻ പണയം വെച്ച് ഓടിയതുകൊണ്ടാണ് മുയൽ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഓരോ വ്യക്തികളുടെയും പുറകെ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത കമൻസായിട്ടും അവരെ തകർക്കാനായിട്ടൊക്കെ പുറകെ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള വ്യക്തികളോട് അവർ നശിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അവരുടെ പുറകെ ഇത്തരത്തിൽ അനാവശ്യ കമൻസുമായിട്ട് അല്ലെങ്കിൽ ട്രോളുകളായിട്ട് പുറകെ പോവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു പുറകെ പോക്ക് അവരെ വലിയ ഉയരങ്ങളിൽ എത്തിക്കാനേ സഹായിക്കുകയുള്ളൂ. പണ്ട് ഈശോയുടെ അടുക്കലേക്ക് പാപിനിയായ സ്ത്രീ വന്ന സമയത്ത് പുറകെ വന്നവരെല്ലാം വലിയ കല്ലുകളുമായിട്ടാണ് കൈകളിലേന്തിയാണ് ഈശോയുടെ അടുത്തേക്ക് വന്നത്, ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട്. എന്നാൽ ഈശോ ഇവരെ ഒന്നും നോക്കാതെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഈശോ അവരോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയുക. അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഇന്നുള്ളവരെക്കാളും വളരെ മാന്യന്മാരും പാപബോധമുള്ളവരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് കേട്ട മാത്രയിൽ ആ കല്ലുകളെല്ലാം താഴെ ഇട്ടിട്ട് അവിടെ നിന്ന് പിൻവാങ്ങി. ഈശോ തലയുയർത്തി നോക്കിയപ്പോൾ അവിടെ ആകെ കണ്ടത് കുറേ കല്ലുകൾ ചിതറിക്കിടക്കുന്നതും ഈ പാപിനിയായ സ്ത്രീയെയും മാത്രമാണ്. ഇന്നാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ചെങ്കിലും കല്ലുകൾ ആ സ്ത്രീയുടെ പുറകെ മേത്ത് പതിച്ചിട്ടുണ്ടാവും. കാരണം അത്രമാത്രം പാപം ബോധമില്ലാത്ത, നമ്മുടെ കണ്ണിൽ തടിയിരിക്കുമ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ എടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു ആളുകളുടെ സമൂഹമാണ് ഇന്നുള്ളത്. അതിൻ്റെ വലിയ തെളിവുകളാണ് ഇന്നത്തെ ഈ സൈബർ ആക്രമണങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് അനാവശ്യമായിട്ട് മറ്റുള്ളവരെ എൻ്റെ ഒരു വാക്കുകൊണ്ടോ കമൻ്റ് കൊണ്ടോ ഞാൻ ഉപദ്രവിക്കില്ല എന്നുള്ള വലിയൊരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരു പരിധിവരെ മറ്റുള്ളവരുടെ നന്മയേക്കാൾ ഉപരി നമ്മളിൽ വരുത്തുന്ന ആ വലിയ മനഃപരിവർത്തനം നമ്മുടെ വലിയ നന്മകൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കൈവരിക്കാനും ഇടയാക്കിയേക്കാം. എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.